BJP അധികാരത്തിൽ എത്തുമോ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് UDF-ന് എത്ര സീറ്റും LDF-ന് എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിലല്ല, മറിച്ച് തിരുവനന്തപുരവും തൃശ്ശൂരും BJP ജയിക്കുവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ ചിന്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുന്നണികൾ പോലും ഇത് ഭയക്കുന്നു, ഇതര മുന്നണികൾ ഇതിനെ വളരെയധികം ഭയക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം ഏതെങ്കിലും ഒരു കാരണവശാൽ തൃശ്ശൂരോ തിരുവനന്തപുരമോ BJP വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും NDA അധികാരത്തിൽ വരികയും ചെയ്താൽ അത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റങ്ങൾക്കുള്ള സാധ്യത കൽപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം പിന്നീട് BJP-യുടെ കേരളത്തിലുള്ള വളർച്ചയ്ക്കും മാത്രമല്ല, അവർ ഏതെങ്കിലും തരത്തിൽ തൃശ്ശൂരിൽ നിന്നോ തിരുവനന്തപുരത്തിൽ നിന്നോ ഉദ്ദേശിക്കുന്നവർ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്താൽ, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖരോ തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് വലിയ തോതിൽ BJP-ക്ക് മുതൽക്കൂട്ടാവുകയും അവരൊരു കേന്ദ്രമന്ത്രി സ്ഥാനമോ സഹമന്ത്രി സ്ഥാനമോ അവർക്ക് നൽകാനുള്ള സാധ്യതയും അതുവഴി ആ മണ്ഡലത്തെ കൂടുതൽ ശ്രദ്ധിക്കുകയും പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് വലിയ നേട്ടമായി മാറാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, മുന്നണികളെ ഭയപ്പെടുത്തുന്നത് കേവലം ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമല്ല, ഇവിടെ ഇന്ന് BJP തെരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും, കേരളത്തിന്റെ വോട്ടിങ്ങിൽ വലിയ മാറ്റങ്ങൾ മാറി ചിന്തിക്കുന്നതിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മത്സരമായി മാറുന്നു. എന്തായാലും തിരുവനന്തപുരത്തും തൃശ്ശൂരും ആര് വിജയിക്കുക എന്ന് ഇത്തരുണത്തിൽ പറയുന്നത് ശരിയല്ല. നമുക്ക് സൂചനകൾ ഉണ്ടെങ്കിൽ പോലും അത് പറയുവാൻ സാധ്യവുമല്ല. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, തിരുവനന്തപുരത്തേത് ഒരു ത്രികോണ മത്സരം എന്ന് തുടക്കത്തിൽ നമുക്ക് തോന്നിയെങ്കിലും ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആരൊക്കെ തമ്മിലാണോ വ്യക്തമായ മത്സരം എന്നുള്ള തരത്തിലേക്ക് ഏതാണ്ട് മാറിക്കഴിഞ്ഞു. എന്നാൽ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. മാത്രമല്ല അവിടെ നമ്മൾ നോക്കാമെങ്കിൽ ഏതാണ്ട് 30 വോട്ട് ഷെയർ ഉള്ള പാർട്ടികളാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ 40% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. കോൺഗ്രസിന് UDF-ന് അതിനോടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏതാണ്ട് BJP-യും അതിനോടടുത്തേക്ക് കയറി വരികയാണ്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്തവണ ധാരാളം വലിയ മാറ്റങ്ങൾ ഈ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സിറ്റിംഗ് MP മത്സരിക്കാത്ത ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് പ്രതാപൻ അവിടെ നിന്ന് മാറുകയും അവിടേക്ക് മുരളീധരൻ വരികയും ചെയ്തതോടുകൂടി തൃശ്ശൂരിന്റെ ചിത്രം മാറി. സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായി ഈ മണ്ഡലത്തിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഏത് തരത്തിലും അവിടെ നിന്നൊരു സീറ്റ് നേടിയെടുക്കും. മാത്രമല്ല അവിടെ സ്ത്രീകളുടെ വോട്ട് ഉറപ്പാക്കുന്നതിലും യുവാക്കളുടെ വോട്ട് ഉറപ്പാക്കുന്നതിലും പ്രചരണം നേരത്തെ തുടങ്ങുന്നതിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള തരത്തിലും എല്ലാ തരത്തിലും പ്രധാനമന്ത്രി നേരിട്ട് നയിച്ച പ്രചരണം എന്നുള്ള അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും തൃശ്ശൂര് നമ്മളെ വളരെ വലിയ ഒരു മത്സരത്തിന്റെ ചൂടിലേക്കാണ്, ഒരു പൂരത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. പൂരം പോലും, തൃശ്ശൂരിന്റെ പൂരം പോലും അത് തെരഞ്ഞെടുപ്പ് പൂരത്തിൽ ഏതാണ്ട് വലിയ തരത്തിലുള്ള ചർച്ചയായി മാറിയത് നമ്മൾ കണ്ടതാണ്. പൂരം എത്തരത്തിൽ ഇത്തവണ വോട്ടിൽ പ്രതിഫലിക്കും എന്നുള്ളതും കാത്തിരുന്ന് കാണുക തന്നെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തൃശ്ശൂരിനേക്കാൾ തിരുവനന്തപുരത്തെക്കാൾ ഒരുപക്ഷെ BJP-ക്ക് സാധ്യത കൂടുതൽ തൃശ്ശൂരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വോട്ടിംഗ് ഷെയർ എടുത്ത് പരിശോധിച്ചാലും ഏതാണ്ട് ആ തരത്തിലുള്ള ഒരു നീക്കമാണ്, മുന്നോട്ടുള്ള പോക്കാണ് നമുക്ക് കാണാൻ കഴിയുക. മാത്രമല്ല മൈനോറിറ്റി വോട്ടുകൾ അല്പമെങ്കിലും BJP-ക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ചില പ്രസ്താവനകളെങ്കിലും അനുകൂലമായി വന്നിട്ടുള്ളത് തൃശ്ശൂർ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ BJP-ക്ക് കുറെ കൂടി ഒരു കരുതലും കുറെ കൂടി ഒരു പ്രതീക്ഷയും നൽകുന്ന ഒരു മണ്ഡലമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴും ചിത്രം വളരെ വ്യത്യസ്തമാണ്. തിരുവനന്തപുരത്ത് തുടക്കത്തിൽ പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലുള്ള മത്സരവും രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് പിന്നിലുമായിരുന്നുവെങ്കിൽ ഒരല്പം കഴിഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖർ രണ്ടാമത് എത്തുന്നത്, പിന്നീട് ശശി തരൂരിനോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുകയും ചെയ്യുന്ന ഒരു മത്സരമായിട്ടാണ് നമ്മൾ കാണുക. ഏതാണ്ട് ശശി തരൂരിനെതിരെ ആന്റി ഇൻകംബൻസി, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സിറ്റിംഗ് MP എന്ന നിലയ്ക്ക് വളരെ നാളായിട്ട് മണ്ഡലത്തിലുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ഒരു വികാരം ഉണ്ട് എന്ന് പൊതുവെ പറയപ്പെടുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം വന്നതിന് ശേഷം ഒരു ഫസ്റ്റ് ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള 2 ടൈമിലും അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന സർക്കാരായിരുന്നില്ല കേന്ദ്രത്തിലും കേരളത്തിലും ഉണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു പ്രചരണ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം നടത്തിയ പല പദ്ധതികളും കേന്ദ്രത്തിന്റെ ക്രെഡിറ്റിൽ നടത്തിയതാണ് എന്നുള്ളതാണ് ശരി. ഇപ്പം റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടായാലും വന്ദേ ഭാരത് ട്രെയിനിന്റെ കാര്യമായാലും ഹൈവേകളുടെ വികസനവുമായി ബന്ധപ്പെട്ടായാലും ഇതൊക്കെ ശശി തരൂരിന്റെ റോൾ എന്നതിനപ്പുറം കേന്ദ്ര സർക്കാർ ഒരു വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ള തരത്തിൽ അവർക്ക് ആ പ്രചരണ രംഗത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല തിരുവനന്തപുരത്ത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തങ്ങൾ തയ്യാറല്ല എന്നും മണ്ഡലം ചോദിച്ചു വാങ്ങി ചന്ദ്രശേഖർ ഇവിടെ എത്തിയപ്പോൾ തന്നെ മുൻപ് ശശി തരൂരിനോടൊപ്പം പ്രചരണം നടത്തിയ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് പ്രചരണം നടത്താൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ കാണുന്നത്
തീരദേശ മേഖലയിലെ വോട്ടുകളാണ് എപ്പോഴും അടിയുറച്ച് ശശി തരൂരിനോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ്. മറ്റു ചില മണ്ഡലം, ഇപ്പൊ കോവളം, നേമം, പാറശാല പോലെയുള്ള മണ്ഡലങ്ങൾ എപ്പോഴും ശശി തരൂരിന് പിന്തുണയായിട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റൊരു തരത്തിലാണ് തെരഞ്ഞെടുപ്പിന് ക്യാമ്പയിൻ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അദ്ദേഹം ആദ്യം വന്നിറങ്ങിയപ്പോ ഇവിടുത്തെ ടെക്നോക്രാറ്റുകളുടെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ളവരുടെയും അതുപോലെ തന്നെ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും ബിസിനസ് ക്ലാസിന്റെയും ഒക്കെ പ്രത്യേക യോഗങ്ങൾ വിളിച്ച് അവരുടെ വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള തന്ത്രമാണ് അദ്ദേഹം നടത്തിയത്. ഇപ്പൊ വളരെ പരമ്പരാഗതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ നിന്ന് വിഭിന്നമായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടത്തിയത്. എന്നാൽ ശശി തരൂരാകട്ടെ ഇത്തവണയും പഴയതുപോലെ തന്നെ തനിക്ക് മുന്നോട്ട് പോകാനാകും കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. മാത്രമല്ല വലിയൊരു ഭൂരിപക്ഷം ശശി തരൂരിന് മുൻപൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോ രാജീവ് ചന്ദ്രശേഖർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആ ഭൂരിപക്ഷത്തെ ഏതാണ്ട് ഇക്വലൈസ് ചെയ്ത് മുന്നിൽ പോവുക എന്നുള്ളതാണ്. അത് രാജീവ് ചന്ദ്രശേഖറിന് എത്രത്തോളം കഴിയുന്നു എന്നുള്ളതാണ് ഇത്തരുണത്തിൽ നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല BJP യെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുറെ കൂടി സംഘടനാപരമായി ശക്തമായിട്ടുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലയിലാണ്. ഞാൻ ഈ സംഘടനാപരമായ ശക്തി ഉണ്ട് എന്ന് പറയുമ്പോൾ അത് കേവലമായ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ മാത്രമല്ല. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്തു നോക്കിയാലും തിരുവനന്തപുരത്തിന്റെ പല മേഖലകൾ എടുത്തു നോക്കിയാലും പല അവരുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തദ്ദേശ സ്ഥാപനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് മെജോറിറ്റി അല്ല എങ്കിലും കോർപ്പറേഷൻ എടുത്തു നോക്കിയാൽ അവർക്ക് വളരെ വലിയ ശക്തമായിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ട് നൽകാൻ കോർപ്പറേഷനിൽ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് BJPക്ക് അത്തരത്തിൽ വോട്ടിംഗ് ഷെയറിന്റെ കാര്യത്തിൽ ഒരു പിന്തുണയുള്ള ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അവിടെ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കുക വഴി എല്ലാ തരത്തിലുള്ള അത് ജാതി മത സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ചർച്ചകൾ പോവുകയും മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ അവസാന ഘട്ടത്തിൽ ലാറ്റിൻ വോട്ടുകളായാലും ക്രിസ്ത്യൻ നാടാർ വോട്ടുകളായാലും ഇസ്ലാമോ മുസ്ലിം വോട്ടുകളായാലും ഇതൊക്കെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പോസിറ്റീവായിട്ട് അദ്ദേഹം ആരെയും കുറ്റപ്പെടുത്താതെ ശ്രമിക്കുന്ന ഒരു മാതൃക നമ്മൾ കണ്ടതുമാണ്. എന്നാൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കടന്നാക്രമിക്കാനൊന്നും നിൽക്കാതെ സ്വാഭാവികമായും ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ വലിയ ചെളി വാരിയേറിയലുകൾ ഇല്ലാതെ 3 സ്ഥാനാർത്ഥികളും ഏറെക്കുറെ ഒരു മാന്യമായി മത്സരിച്ച ഒരു മണ്ഡലം കൂടിയാണ്. പ്രത്യേകിച്ച് പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം 2 വലിയ സാമ്പത്തിക സ്രോതസ്സുകളുള്ള വലിയ കോടീശ്വരന്മാരായിട്ടുള്ള 2 സ്ഥാനാർത്ഥികൾക്കിടയിൽ നിൽക്കുന്ന ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള ഒരു ഇമേജ് അദ്ദേഹത്തിനെ സംബന്ധിച്ചതും ഉണ്ട്. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടുന്ന വോട്ടുകൾ ഇത്തവണയും കിട്ടും എന്നുള്ളതാണ്. പിന്നെ മുമ്പൊക്കെ പറഞ്ഞു കേട്ടതുപോലെയുള്ള സീറ്റ് കച്ചവടം വോട്ട് കച്ചവടം ഒന്നും ഇത്തവണ വലുതായി നടക്കില്ല എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 മുന്നണികൾക്കും ഏതെങ്കിലും തരത്തിൽ വോട്ട് കുറഞ്ഞാൽ അവർക്ക് മറുപടി പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം തങ്ങൾക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും സമുന്നതരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് അവർ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളത്. തൃശ്ശൂരിന്റെ കാര്യവും ഇതുപോലെ തന്നെയാണ്. കാരണം തൃശ്ശൂരിൽ പ്രതാപനെതിരെ ഒരു അല്പ ആന്റി ഇൻകംബൻസിക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നിർണായക ഘട്ടങ്ങളിലെല്ലാം തങ്ങൾക്ക് വോട്ട് ഉറപ്പാക്കാൻ കഴിയുന്ന മുരളീധരനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു എന്നുള്ളതാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണൽ കണക്ട് ഉള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തന്റെ പിതാവ് മത്സരിച്ച മണ്ഡലം, അതുപോലെ തന്നെ അദ്ദേഹവും പിതാവും എല്ലാം ഒരുപോലെ മത്സരിക്കുക